ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുൽ ആലമീനെ നമ്മൾ തിരിച്ചറിയുന്നതോടുകൂടെ നമ്മൾ രക്ഷപ്പെടുകയാണ്. ചെറിയ കാര്യമല്ല അത്. അതുകൊണ്ടാണ് ആ വിഷയമൊക്കെ കുറച്ച് സവിസ്തരം നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്, ചർച്ചക്കെടുക്കുന്നത്. അതുകൊണ്ട് മാന്യ മുഅ്മിനീങ്ങൾ, ഇപ്പോഴും ആളുകളുണ്ട് അൽഹംദുലില്ലാ. നിങ്ങളിത് പഠിക്കാനുള്ള താല്പര്യത്തിലാണല്ലോ വരുന്നത്. ദൂരദിക്കുകളിൽ നിന്ന് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് കല്യാണങ്ങൾ പോലും ഉണ്ടെങ്കിൽ നേരത്തെ പോയി ഈ ക്ലാസ്സിനെത്തുന്നവരാണ് പലരും. ഇന്ന് തന്നെ എറണാകുളത്തേക്ക് അല്ലെങ്കിൽ കളമശ്ശേരിയിലൊക്കെ സമരത്തിന് പോയ ആളുകളൊക്കെ ഇവിടെ ഓടിയെത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ആ നല്ല നിയ്യത്ത് അല്ലാഹുവേ നീ കബൂൽ ചെയ്യണമേ തമ്പുരാനെ. അവർക്കതിന് അർഹമായ പ്രതിഫലം നൽകണമേ റബ്ബേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് പറഞ്ഞു നിർത്തി കഴിഞ്ഞു എന്ന് ഞാൻ പറയൂല. കാരണം ഈ വിനീതന്റെ അന്വേഷണത്തിൽ തന്നെ, ഈ വിനീതന്റെ പരിശോധനയിൽ തന്നെ ഇനിയും കിടക്കുകയാണ് തഫ്സീറുകളിൽ. എനിക്ക് തോന്നുന്നു 2 വർഷം പറഞ്ഞാലും തീരാത്ത അത്ര ആശയാണ് ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വിശുദ്ധ വാക്യത്തിനു മാത്രം. അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കരുതല്ലോ. മാത്രല്ല, പഠിച്ച റബ്ബേ, ഈ ഫാത്തിഹ തീരുന്നതിന്റെ മുമ്പ് മരിച്ചു പോവോ, ഇതുപോലെ ഒരായത്തും പഠിച്ചു പോകേണ്ടി വരുമോ എന്നൊക്കെ നിങ്ങൾ തോന്നുമല്ലോ. അതുകൊണ്ട് അത്ര മതി എന്ന് തീരുമാനിച്ച് നിർത്തിപ്പോയതാണ്. നമ്മളിപ്പോ 2 ആയത്താണ് പഠിച്ചു കഴിഞ്ഞത്. 1 ബിസ്മി, 2 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഒരു 3ാമത്തെ ആയത്തുണ്ട്, മാലിക് യൗമിദ്ദീൻ എന്നതിന്റെ മുമ്പ് 4ാമത്തെ ആയത്താണ് മാലിക് യൗമിദ്ദീൻ എന്നത് ഫാത്തിഹയുടെ. അതിന് മുമ്പൊരായത്തുണ്ട്, 3ാമത്തെ ആയത്ത്. അതേതാ? നമ്മൾ കേട്ട ആയത്താണ്. 3ാമത്തെ ആയത്ത് അതേതാ? അർ-റഹ്മാനിർ റഹീം. അത് നേരത്തെ ബിസ്മിയിൽ കഴിഞ്ഞല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ഓതൽ നിർബന്ധമില്ല, ഉച്ചത്തിൽ ഓതൽ സുന്നത്ത് പോലുമില്ല എന്ന് പറഞ്ഞ അബൂ ഹനീഫ റഹിമഹുല്ലയുടെ മദ്ഹബ് പ്രകാരവും ബിസ്മി പതുക്കെ ഓതൽ സുന്നത്താണ്. ബിസ്മി എന്ന് പറയുന്നത് അതെല്ലാം മുസ്ലിം ലോകം മൊത്തം അംഗീകരിക്കുന്ന സംഗതിയാണ്. അപ്പൊ ആദ്യത്തിലൊരു ബിസ്മി കഴിഞ്ഞു, അതിലുണ്ട് അർ-റഹ്മാനിർ റഹീം എന്ന്. വീണ്ടും 3ാമത്തെ ആയത്തായി അള്ളാഹു ഇത് ആവർത്തിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം. ആ ബിസ്മിയിൽ നമ്മൾ പഠിച്ചു, അർ-റഹ്മാനിർ റഹീം പഠിച്ചു. വീണ്ടും ഫാത്തിഹയില് എന്തിനാ അള്ളാഹു ഒരൊറ്റ സൂറത്തില് 2 തവണ ആവർത്തിച്ചു പറഞ്ഞത്? ഖുർആൻ എന്ന് പറഞ്ഞാൽ മുഖ്തസറായ ഗ്രന്ഥമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നു, സാധാരണ ഒരു കിതാബ് പോലെ, ഒരു ഗ്രന്ഥം പോലെയല്ല ഖുർആൻ. ഖുർആൻ മുഖ്തസറാൻ എന്ന് വെച്ചാൽ ഖല്ല ലഫ്ളുഹു വകസുറ മഅനാഹു. ഇത് ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. വാക്യങ്ങൾ അല്പമാണ്, വചനങ്ങൾ ചുരുക്കമാണ്, ആശയം അനന്തമാണ്. ഖല്ല ലഫ്ളുഹു, വാക്യങ്ങൾ കുറവാണ്. 6000 ചില്ലറ ആയത്തല്ലേ ഉള്ളൂ. എന്നാൽ കസുറ മഅനാഹു, അതിന്റെ അർത്ഥതലങ്ങൾ പരിധിയില്ലാത്ത വിധം പ്രവിശാലമാണ്. അർത്ഥം പറഞ്ഞാലും എഴുതിയാലും തീരാത്ത അത്ര ഉണ്ട്. ഇങ്ങനെയുള്ള ഖുർആനില് ഒരൊറ്റ സൂറത്തില്, ഒരൊറ്റ അധ്യായത്തില്, ഫാത്തിഹ സൂറത്തില് എന്തിനാ അള്ളാഹു ഒരു കാര്യം 2 തവണ ആവർത്തിച്ചു പറഞ്ഞത്? പഠിക്കേണ്ട വിഷയല്ലേ, പഠിക്കേണ്ട വിഷയല്ലേ? എന്തിനാ ആവർത്തിച്ചു പറഞ്ഞത്? ബിസ്മിയിൽ പറഞ്ഞത് അങ്ങനെ തന്നെ 3ാമത്തെ ആയത്തായി അള്ളാഹു ആവർത്തിച്ചിരിക്കുന്നു. എന്തിന്? വാസ്തവത്തിൽ ഈ ആവർത്തനം പദത്തിൽ മാത്രമാണ് ഉള്ളത്, വാക്യത്തിൽ മാത്രമാണ് ഉള്ളത്. ആശയപരമായി ആവർത്തനം ഇല്ലേ ഇല്ല. ഒരു വാക്കിന് തന്നെ, ഒരു സംസാരത്തിനിടയിൽ ഒരു വാക്കിന് തന്നെ 2 തവണ ആ വാക്ക് പ്രയോഗിക്കുമ്പോ 2 അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന രീതിയുണ്ട്. ബിസ്മിയിൽ പറഞ്ഞ അർ-റഹ്മാനിർ റഹീം
വാക്കിൽ ഒന്നാണ്, അക്ഷരങ്ങളിൽ ഒന്നാണ്, ഘടനയിൽ ഒന്നാണ് രണ്ടും. പക്ഷേ ആശയത്തിൽ ഇത് വ്യത്യസ്തമാണ്. ഒരു പുതിയ ആശയമാണ്, അർത്ഥതലമാണ് മൂന്നാമത്തെ ആയത്തായി അല്ലാഹു അവതരിപ്പിച്ച അർ-റഹ്മാനിർ റഹീം എന്നതിനുള്ളത്. എന്ന് വെച്ചാൽ ആവർത്തനമില്ല. വാക്കിൽ, പദത്തിൽ മാത്രമേ ആവർത്തനമുള്ളൂ. ആശയത്തിൽ വ്യത്യാസമുണ്ട്. എന്താ ആശയത്തിൽ വ്യത്യാസം? ബിസ്മിയിലെ അർ-റഹ്മാനിർ റഹീം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കേട്ടല്ലോ, പഠിച്ചല്ലോ, മറന്നല്ലോ. ആയിക്കോട്ടെ, മറന്നതിന് നമ്മൾ കുറ്റക്കാരല്ല. ഓർത്തെടുക്കാൻ പരമാവധി ശ്രമിച്ചാൽ മതി. ഇവിടെ എന്താ അർത്ഥം? അള്ളാഹു ഒരു തെറ്റിദ്ധാരണ നീക്കുകയാണ് ഇവിടെ. എവിടെ? ഫാത്തിഹയിൽ മൂന്നാമത്തെ ആയത്തായി അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതിലൂടെ ഒരു തെറ്റിദ്ധാരണ നീക്കുകയാണ് അള്ളാഹു. എന്താ തെറ്റിദ്ധാരണ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവാണ് ലോക പരിപാലകൻ, ലോകരുടെ ഉടമക്കാരൻ, ലോകരുടെ യജമാനൻ, ലോകരുടെ പരിപാലകൻ അല്ലാഹുവാൻ. സകല പടപ്പുകളും ആ ഉടമയുടെ അടിമകളുമാണ് എന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളതുമായിട്ടാണ് നാം കമ്പയർ ചെയ്യുക, തുലനം ചെയ്യുക. ഏതൊരു ആശയം നാം കേട്ടാലും ഗ്രഹിച്ചാലും നാം മനനം ചെയ്യുന്നത്, മനസ്സിനകത്ത് അത് രൂപപ്പെടുത്തുന്നത് നമ്മുടെ മുന്നറിവുകൾക്കനുസരിച്ചായിരിക്കും, മുന്നനുഭവങ്ങൾക്കനുസരിച്ചായിരിക്കും. അല്ലേ? ഒരു പുതിയ കാര്യം ഞാനും നിങ്ങളും കേട്ടാല് അതിനെ വിലയിരുത്തുന്നത് നമ്മുടെ മുൻ അനുഭവം വെച്ചിട്ടായിരിക്കും, മുന്നറിവ് വെച്ചിട്ടായിരിക്കും. റബ്ബ് എന്ന പദം ഖുർആൻ ഇറങ്ങുന്ന കാലത്ത്, പുണ്യ നബിയുടെ കാലത്ത് റബ്ബ് എന്ന പ്രയോഗം യജമാനന്മാർക്കും പ്രയോഗിക്കപ്പെടാറുണ്ടായിരുന്നു. അന്ന് അടിമത്വ സമ്പ്രദായമുണ്ട്. എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് അടിമത്വമുണ്ട് ലോകത്ത്. അടിമ ഉടമയെ പലപ്പോഴും വിളിക്കുന്നത് റബ്ബ് എന്നാണ്. ഹദീസിലും വന്നിട്ടുണ്ടല്ലോ, അൻതലിദൽ അമതു റബ്ബതഹ, അടിമപ്പെണ്ണ് തന്റെ റബ്ബിനെ പ്രസവിക്കുക. അതിന് നബി തങ്ങൾ പറഞ്ഞ ഭാഷ തന്നെ എന്താണ്? റബ്ബത്ത് എന്നാണ്. അപ്പൊ മനുഷ്യർക്കിടയിലുള്ള യജമാനന്മാരെയും റബ്ബെന്ന് വിളിക്കുന്ന ഒരു രീതി അന്നുണ്ട്, ഇന്നുണ്ടല്ലോ. വിദേശ രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, മുതലാളിയെ അർബാബ് എന്ന് വിളിക്കലുണ്ട്. അത് UAE-യിൽ സർവ്വസാധാരണമാണ്. എവിടെ? ഇത്തിഹാദുൽ ഇമാറാത്തില് സർവ്വസാധാരണമാണ്. തന്റെ കഫീലായ, സ്പോൺസറായ അറബിയെ എന്താ വിളിക്കല്? അർബാബ്. അർബാബ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? റബ്ബിന്റെ ബഹുവചനമാണ്. എന്നുവെച്ചാൽ എന്റെ പരിപാലകർ എന്ന അർത്ഥം. എന്താ അർത്ഥം? എന്റെ അർബാബ് എന്ന് പറഞ്ഞാല് മലയാളത്തിൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ പരിപാലകര്. അതിന് പടച്ചോന് എന്നുള്ള അർത്ഥമൊന്നുമില്ല, ഈ നാട്ടിൽ പരിപാലിക്കുന്ന ആളിനേ ഉള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ അർബാബ് എന്നും റബ്ബെന്നുമുള്ള പ്രയോഗം മനുഷ്യർക്കിടയിലും സാർവത്രികമാണ്. അപ്പോൾ ഖുർആൻ കേട്ട ആളുകൾ ധരിച്ചു പോകും, ഞങ്ങൾക്ക് പരിചയമുള്ള അർബാബുകൾ ഞങ്ങൾക്കിടയിലുണ്ട്, ഞങ്ങൾക്കറിയാവുന്ന യജമാനന്മാർ, പരിപാലകന്മാർ ഞങ്ങൾക്കിടയിലുണ്ട്. അവരെങ്ങനെയാണ്? ഭാരിച്ച തൊഴിൽ കൊടുക്കും പാവപ്പെട്ട അടിമകൾക്ക്. ആ തൊഴില് ചെയ്യാതിരുന്നാൽ ക്രൂരമായ മർദ്ദനമേൽപ്പിക്കും. അന്നം കഴിച്ചോ, വെള്ളം കുടിച്ചോ, വിശ്രമിച്ചോ എന്നൊന്നും യജമാന പ്രഭുക്കന്മാർ അറിയേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ഒരു അറബ് സമൂഹം, നബി തങ്ങൾ അതിലൊക്കെ ഇടപെട്ടു. ഒരു അടിമയെ ആരെങ്കിലും അടിച്ചാൽ ലറബ്നാഹു, നമ്മൾ അടിക്കും അവരെ. നബി തങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അടിമയെ അടിച്ചു എന്ന് എന്റെ അടുത്ത് വിവരം കിട്ടിയ, തെളിവ് കിട്ടിയാൽ അടിച്ച തമ്പുരാനെ ഞാൻ പിടിച്ചടിക്കുന്നു. ആരെങ്കിലും അടിമയെ ഷണ്ഡീകരണം നടത്തിയാൽ, എന്ന് വെച്ചാല് നമ്മൾ ഈ കാളയെ മൂരിയാക്കുമല്ലോ, എന്റെ നാട്ടിലൊക്കെ അങ്ങനെ പറയാ, ഉടച്ചിട്ട് അല്ലെ, ഇനി കൃഷിക്കൊക്കെ ഉപയോഗിക്കാൻ, പൂട്ടാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കാളയെ പ്രത്യുൽപാദനം നശിപ്പിക്കുന്ന ആ ഉടക്കൽ നടത്തുമല്ലോ, ആ പണി അന്ന് അടിമകളെ ചെയ്തിരുന്നു.
കുട്ടികൾ ഉണ്ടാകേണ്ട അവന് ഭാര്യയോട് ഒരു പെണ്ണിനോട് താല്പര്യം വരണ്ട എന്നുള്ള നിലക്ക് ഈ പണി ചെയ്തിരുന്നു. നബി തങ്ങൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞത്, ആരാ പണി ചെയ്താലും അവന്റെ ഞാൻ ഉടക്കും ഖാല റസൂലുള്ളാഹി. അപ്പൊ അത്ര ശ്രദ്ധ ആ കാര്യത്തിൽ, അടിമകളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. എന്നാലും അന്ന് സർവ്വസാധാരണമാണ് അടിമയെ അടിക്കുക, മർദ്ദിക്കുക. കൂലിയൊന്നുമില്ലല്ലോ, ഇവന്റെ ലോറി മാതിരിയാ, അല്ലെങ്കിൽ ഇവന്റെ ഓട്ടോറിക്ഷ മാതിരിയാ. ആ നിലക്കാണ് ഇവന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന, ഇവന് സേവിക്കുന്ന ഒരു ജന്തു, അതിനപ്പുറം ഒന്നുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ റബ്ബുൽ ആലമീൻ എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ഒരു യജമാനൻ, ഒരു പരിപാലകൻ എന്ന് കേൾക്കുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ നാട്ടിലുള്ള അർബാബുകളെ പോലെയല്ല ഈ റബ്ബ്. നിങ്ങൾക്ക് പരിചയമുള്ള യജമാനന്മാരുടെ പോറ്റൽ പോലെ, പരിപാലനം പോലെ പരിപാലിക്കുന്നവനല്ല ഈ റബ്ബ്. പിന്നെയോ അവൻ അർ-റഹ്മാനിർ റഹീം. ഇത് ഈ ആശയം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ശരിയാണ്, അടിമത്വം നിലവിലുള്ള കാലത്ത് അങ്ങനെയൊക്കെ. ഇന്നിപ്പോ അങ്ങനെ ഒരു ആയത്തിന്റെ അർത്ഥം ഉണ്ടോ? ഇന്നുണ്ട്. ഇന്നിപ്പോ അടിമത്വ സമ്പ്രദായം ലോകത്ത് നിന്ന് പാടെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പാടില്ല, കുറ്റാണ്. വേൾഡ് തലത്തിൽ, ആഗോള തലത്തിൽ ആ സംഭവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. എന്നാലും മുതലാളിമാരും തൊഴിലാളിമാരും പലപ്പോഴും അടിമ യജമാൻ സിസ്റ്റത്തിലാണ് കാണുന്നത്. ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ കുറെ ആശ്വാസമുണ്ട്. ആശ്വാസം ഉണ്ടായിട്ട് എന്താ കാര്യം? കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ബംഗാളികളെയൊക്കെ പട്ടിയെപ്പോലെ തല്ലുന്ന ആജ്യാക്കന്മാരെ ഒന്നിലധികം എനിക്കറിയാം. പടച്ചോൻ വിടൂല കേട്ടോ, വിടൂല. നമ്മൾ ഈ പരിസരത്ത് ഒരുപാട് കമ്പനി ഉണ്ടല്ലോ. ഈ നാട്ടിലത്തെ കഥ മാത്രമല്ല, ഞാൻ 10-15 വർഷമായി നിങ്ങളെ മധ്യ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു. ക്രൂരമായി കോറെടുത്തിട്ട്, ഇത് ഈ മരത്തടി, അതിൽ നിന്ന് പീലിങ്ങിന്റെ ആവശ്യത്തിനൊക്കെ എടുത്തിട്ട് ഒലക്ക മാതിരി സാധനം, അതുകൊണ്ട് പട്ടിയെ തല്ലും പോലെ തല്ലിയ ആജ്യന്മാരെ ഒന്നിലധികം എനിക്കറിയാം. അർബാബ് സിസ്റ്റം. എൻ്റെ ഒരു കൂട്ടുകാരൻ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഡ്രൈവറാണ്. ഒരു അറബി തള്ളച്ചിയുടെ ഡ്രൈവറാണ്. ഇപ്പോഴും അവിടെ ജോലി ചെയ്യാൻ 2 വർഷത്തെ വിസക്ക് പോയ കാരണത്താൽ അവനവിടുന്ന് പോരാതിരിക്കുക. അപ്പൊ ഏതാണ്ട് ഒരു 1.5 വർഷത്തോളായി. അവന്റെ അനുഭവം പറയുന്നുണ്ട്. അറബി തള്ളയുടെ ഡ്രൈവറാണ്. 24 മണിക്കൂർ ആക്റ്റീവായിട്ട് നിൽക്കണം. എന്ന് വെച്ചാൽ വിളി വന്നാൽ അപ്പ ചാടി എണീറ്റ് ഡ്രൈവിംഗ് സീറ്റിൽ എത്തിക്കൊള്ളണം. ഉറങ്ങുകയായിരുന്നു, ടോയ്ലറ്റിലായിരുന്നു, ഇതൊക്കെ പറഞ്ഞ കെൽബും ഹിമാറൊക്കെ പ്രയോഗിക്കും. എന്നിട്ടോ അവൻ പറയാ, പച്ചയാ അനുഭവം പറയാ, മരുഭൂമിയിലൂടെ ദീർഘയാത്രയായിരിക്കും. ചിലപ്പോ രാവിലെ അവിടുന്ന് ഇറങ്ങിയാല് ജിദ്ദ വഴി ത്വായിഫൊക്കെ കറങ്ങിയിട്ട് ഒരു പകല് മുഴുവൻ യാത്രയായിരിക്കും. ഇവർക്ക് ഫുഡ് അടിക്കണമെന്ന് തോന്നിയാല് പറ്റുന്ന സ്ഥലത്ത് അവർ വണ്ടി ഒതുക്കും. ഒരു തണലും മരമൊക്കെ ഉള്ള സ്ഥലത്ത് വണ്ടി ഒതുക്കും. അവര് പാഴ്സലാക്കി കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ തുറന്ന് സുഭിക്ഷമായി അവർ വെട്ടി വിഴുങ്ങും. ഈ അറബി തള്ളിയും കൂടെ ഉണ്ടാകുന്ന ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും തിന്നും. ഈ സാധു കഴിച്ചോന്ന് നോക്കൂല. എന്നാ തങ്ങൾ കൊണ്ടുവന്നതിന് ഫുഡ് കൊടുക്കണ്ട, ഇവന് ഒരു ഹോട്ടലിന്റെ പരിസരത്ത് നിർത്തി കൊടുത്താൽ ഉള്ള ചില്ലറ ഉപയോഗിച്ച് അവിടുന്ന് മേടിച്ച് കഴിക്കാലോ. ഹോട്ടലില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവർ കൊണ്ടുവന്ന പാർസൽ ഫുഡ് അവർ കഴിച്ചിട്ട് ബാലൻസ് വന്നാൽ ചുരുട്ടി കൂട്ടിയിട്ട് ഒറ്റ ഏറ്, അല്ലെങ്കിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കും. ഒരു ഭക്ഷണത്തിന്റെ കഷ്ണോ ഒരു കുപ്പി വെള്ളോ തരാറില്ല. ഒരു സഹജീവി സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല. പിന്നെ അവൻ പറഞ്ഞ ഒരു സംഭവം ഇതുപോലെ തന്നെ, അറേബ്യയിലെ കൊടും ചൂടല്ലേ, മരുഭൂമിയല്ലേ, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇവര് ഇറങ്ങുമ്പോ ഉടനെ പറയും, യാ അല്ലാഹ് ഇറങ്ങിയിട്ട് പുറത്തു നിന്നോ, അകത്ത് വണ്ടി ഓൺ ചെയ്ത് AC ഇട്ട് നിൽക്കണ്ട, ഞങ്ങൾ വരുമ്പോ കേറിയാ മതി എന്ന് പറഞ്ഞിട്ട് ആ വാഹനം എഞ്ചിൻ ഓഫ് ചെയ്യിച്ചിട്ട് പുറത്തേക്ക് ഇറക്കും. എന്നിട്ട് ആ ചാവി മേടിച്ചിട്ട് അവർ പോവാ. ഇവരൊരു മാളിലേക്കൊക്കെ കയറിയാൽ 5-6 മണിക്കൂർ. ഈ സാധുവിന് എവിടെയെങ്കിലും തണൽ നോക്കി ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിന്റെ അകത്തേക്ക് കയറിയിരിക്കാൻ പറ്റുമോ? ഇവരെപ്പോഴാ വരുന്ന അറിയാൻ പറ്റുമോ? ഇന്നും നടക്കുന്നു ഈ വകം പീഡനങ്ങൾ. നൽതാരാ റബ്ബത്താണ് മോലാളിച്ചി. അവർ പറയുന്ന ഭാഷ എന്റെ റബ്ബത്ത് എന്നാ. എന്ത് റബ്ബത്താത്? അല്ലാഹു നിങ്ങൾക്ക് പരിചയമുള്ള പരിപാലകന്മാരെ പോലെയല്ല, നിങ്ങൾ അറിയുന്ന യജമാനന്മാരെ പോലെയല്ല.
അറബ് രാജ്യത്തുള്ള അർബാബുകളെ പോലെയല്ല. അവൻ അർ-റഹ്മാനിർ റഹീം, അവൻ സദാ കാരുണ്യം കാണിക്കുന്നവനാണ്. ഒരിക്കലും കാരുണ്യം അവനിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോവുകയില്ല. എവിടെ അവൻ ഇടപെടുന്നുവോ, എവിടെ അവന്റെ കൈകടത്തൽ വരുന്നുവോ, എവിടെ അവന്റെ നിയന്ത്രണങ്ങൾ വരുന്നുവോ, അതൊക്കെയും കരുണ ചാലിച്ചുകൊണ്ടേ അല്ലാഹു ചെയ്യൂ എന്നർത്ഥം. പക്ഷേ ആ കാരുണ്യം നോക്കിക്കാണാനുള്ള കണ്ണ് വേണം, മനസ്സിലാക്കാനുള്ള മനസ്സും വേണം. ചിലപ്പോൾ കാരുണ്യം നമ്മൾ നോവിക്കാൻ നമ്മൾ തെറ്റിദ്ധരിക്കും. ഞാൻ ഉദാഹരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൊച്ചുകുട്ടിയെ, എൻ്റെ മോനെ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ കരളിന്റെ കഷ്ണമായ മോനെ, എൻ്റെ മോനെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 3 വയസ്സ് സമയത്ത്, 3 വയസ്സായിട്ടില്ല, മുലകുടി പ്രായം കഴിയേണ്ട മുന്നെയാണ് ആ ഓപ്പറേഷൻ ഉണ്ടായത് അല്ലേ. ഞാൻ എഴുതി ഒപ്പിട്ടുകൊടുത്തു. എൻ്റെ മോൻ്റെ ശരീരം കീറി മുറിക്കാൻ വേണ്ടി ഞാൻ എഴുതി ഒപ്പിട്ടുകൊടുത്തു. ഒപ്പിട്ടാണ് ഏൽപ്പിച്ചു കൊടുത്തു തിയേറ്ററിലേക്ക്. ഇതിന് എൻ്റെ കുഞ്ഞിനോട് കരുണ ഉള്ളത് കൊണ്ട്, എൻ്റെ കുഞ്ഞിനോട് എനിക്ക് കരുണ, ആത്മാർത്ഥമായ കരുണ ഉള്ളത് കൊണ്ട് ആ കുഞ്ഞിനെ കീറി മുറിക്കാൻ വേണ്ടി ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഇത് കരുണല്ലേ? ഇതുപോലെ റബ്ബ് ഇടപെടും. പക്ഷെ അത് കാണാനുള്ള കണ്ണ് വേണം, അറിയാനുള്ള ബോധം വേണം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ചുരുക്കത്തില് അർ-റഹ്മാനിർ റഹീം പുതിയൊരു ആശയമാണ്. 3-ാമത്തെ ആയത്തായി അള്ളാഹു ഇത് പറഞ്ഞു തന്നതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്, അള്ളാഹു നമ്മോട് ഇടപെടുന്നതൊക്കെയും കാരുണ്യമായിട്ട്. അള്ളാഹു കാരുണ്യവാൻ. വിശുദ്ധ ഖുർആൻ കരുണയുടെ ഗ്രന്ഥം. നമ്മുടെ നബി റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിനാകെ കരുണ കൊണ്ടൊരു കളിയാ. മാത്രല്ല അർ-റഹ്മാനിർ റഹീം, ഇതില് റഹീം എന്ന പേര് അള്ളാഹു പുണ്യ നബിയെ ആ പേര് കൊണ്ട് വിളിച്ചിരിക്കുന്നു. ആരാ റഹീം? അള്ളാഹുവാൻ. ഈ പേര് അള്ളാഹു തന്റെ ഹബീബിനെ വിളിച്ചിരിക്കുകയാണ്. ഓ, അത് തെറ്റായി പോയില്ലേ, ശിർക്കാവൂലേ പടച്ചോനെ. അള്ളാന്റെ പേര് നബിക്ക് കൊടുക്കേ, അള്ളാഹ് കൊടുത്തു, നമ്മൾ എന്താ ചെയ്യാ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ 3 പേര് പറഞ്ഞു വിളിച്ചു. 3 പേര് നബിക്ക് കൊടുത്തു. ഈ ഒറ്റ ആയത്തില് അള്ളാഹുവിന്റെ 3 പേര് നബി തങ്ങൾക്ക് കൊടുത്തു. നബി തങ്ങൾ ആ പേരുകൊണ്ട് വിളിച്ചു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഒന്ന് അസീസ്, ആരെ പേരാ? അള്ളാന്റെ പേരാണ്. മറ്റേത് റഊഫ്, ആരെ പേരാ? അസ്മാഉൽ ഹുസ്ന എടുത്ത് വായിച്ചു നോക്കൂ, 99 അതിൽ കാണാം അസീസ് കാണാം, അതിൽ കാണാം റഊഫ് കാണാം, റഹീം. ലഖദ് ജാഅകും, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നെത്തി നിൽക്കുന്ന ആ പ്രവാചകൻ, റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽപ്പെട്ട ഒരാള് തന്നെയാണ്, പുറത്തുള്ളവനല്ല. ഒരു മലക്കിനെ ഞാൻ ഇറക്കിയിരിക്കുകയല്ല, ഒരു അന്യഗ്രഹ ജീവിയെ നിങ്ങൾക്ക് ലീഡർഷിപ്പിന് വേണ്ടി ഞാൻ ഇറക്കിയതല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടുള്ള ആളാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ ക്ലേശിക്കുന്നത് ആ പ്രവാചകന് സഹിക്കാൻ പറ്റൂല. നിങ്ങൾ എടങ്ങാറാകുന്നത് ആ തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. ആ തങ്ങളെ എടങ്ങാറ് പ്രശ്നമല്ല, നിങ്ങൾ ഉമ്മത്തിന്റെ ക്ലേശം സഹിക്കാനാകാത്ത മനസ്കരാണവിടെന്ന്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ആർത്തിയാണ് എന്നാ പറഞ്ഞത്. ആർത്തി, ഹിർസ്, ആർത്തി പാടില്ലാത്ത കാര്യ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ആ പ്രവാചകന് ആർത്തിയാണ്. എങ്ങനെയെങ്കിലും നരകത്തുനിന്ന് കര കയറി കിട്ടിയാൽ.
ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോടുള്ള മനോഭാവം, ആ പ്രവാചകന്റെ മെന്റാലിറ്റി റഊഫും റഹീമുമാൻ. അള്ളാന്റെ രണ്ടു പേര്. റഊഫ് പറഞ്ഞാൽ എന്താണ്? പരമദയാലു. റഹീം എന്ന് പറഞ്ഞാൽ കരുണാവാരിധി. റഹീമിന് നമ്മൾ അർത്ഥം പഠിച്ചില്ലേ ബിസ്മിയില്? ഇല്ലേ? ഓർമ്മല്ലേ? ഈ കുട്ടികൾക്ക് പരീക്ഷ നടത്തിയാൽ വരുമ്പോ പരീക്ഷ നടത്തിയ എന്താവും അവസ്ഥ? ഉസ്താദെ അന്ന് ഞങ്ങൾ ഇല്ലായിരുന്നു, പിന്നെ വന്നാന്ന് പറഞ്ഞാൽ മതി, എന്നാ കുഴപ്പമുണ്ടാവില്ല. ഞങ്ങളിതിങ്ങനെ കേട്ടിട്ട് ബിസ്മിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞാൽ മതി, എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. റഹീം എന്നതിന് നമ്മൾ അർത്ഥം പറഞ്ഞിരുന്നു. എന്തായിരുന്നു അർത്ഥം? വഴിപ്പെട്ടവർക്ക് പ്രത്യേകമായി പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് ആഖിറത്തിൽ സ്പെഷ്യൽ കാരുണ്യം കൊടുക്കുന്നവൻ. ഇതാണ് റഹീമിന്റെ അർത്ഥം. ഈ പേരാണ് അള്ളാഹു ആരെ വിളിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത്. അതെന്താ വിളിക്കാൻ കാരണം? നമ്മൾ അർ-റഹ്മാൻ റഹീം ഓതിയിട്ട് പോയാ പോരാ. അള്ളാഹ് ആരാണ്? ഈ റസൂൽ ആരാണ്? ഈ ഖുർആൻ പഠിപ്പിച്ച റസൂലും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ റസൂലും അള്ളയും തമ്മിലുള്ള ബന്ധം എന്താണ്? അള്ളാനെയും റസൂലിനെയും ഇടയിൽ ബന്ധപ്പെടുത്തിയ കണക്ഷനാണ് ഏത്? ഖുർആന്. അപ്പൊ അർ-റഹ്മാൻ റഹീം ഓതുമ്പോ റസൂലിന്റെ അവിടെ ഗ്രേഡ് നമ്മൾ അറിയണം. അള്ളാന്റെ ആ റഹ്മത്തും കാരുണ്യവും അതിന്റെ വിശാലതയൊക്കെ കാണുന്ന കൂട്ടത്തില് അർ-റഹ്മാൻ റഹീം ഓതുമ്പോ റസൂലിന്റെ റഹ്മത്തും നമ്മൾ അവിടെ കാണണം. എന്തേ അള്ളാഹു റഹീം എന്ന തന്റെ പേരിട്ട് റസൂലുള്ളയെ വിളിച്ചത് എന്തുകൊണ്ടാ? റഹീം എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ വഴിപ്പെട്ടവർക്ക് നാളെ പരലോകത്ത് സ്പെഷ്യലായി അനുഗ്രഹം ചൊരിച്ചു കൊടുക്കുന്നവൻ എന്നാണ്. അതെ, നബി തങ്ങൾ അങ്ങനെ തന്നെയാണ്. എങ്ങനെ? ഇവിടെ വിശ്വാസം കൊണ്ട് വഴിപ്പെട്ടവർ, അതാണല്ലോ പ്രധാന വഴിപ്പെടല്. പിന്നെ ചിലപ്പോ ജീവിതത്തില് ചില്ലറ കുഴപ്പങ്ങളോ തെറ്റുകുറ്റങ്ങളോ വീഴ്ചയൊക്കെ വന്നേക്കാം, ചെറിയ തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം. വിശ്വാസം കൊണ്ട് നബിക്ക് വഴിപ്പെട്ട ആളുകൾ അവര് മരിച്ചു ചെന്നാൽ പരലോകത്ത് ഗുണം ചെയ്യുന്ന ഒരു സ്ഥാനം, ഗുണം ചെയ്യുന്ന ഒരു പദവി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റഹീമായത്. അള്ളാഹ് ചുമ്മാ വിളിച്ചതായിരിക്കും, വെറുതെ രസത്തിന് അള്ളാഹിന്റെ പേര് ഇഷ്ടം കൂടിയിട്ട് വിളിച്ചതായിരിക്കും. അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? അള്ളാഹിന്റെ റസൂലിനെ റഹീം എന്ന് അള്ളാഹ് വിളിച്ച ആര് വെറുതെ രസത്തിന് വിളിച്ചു? എന്റെ പുകല്ലേ അല്ലേ, എന്റെ മാണിക്കക്കല്ലല്ലേ, എന്റെ രത്നക്കട്ടയല്ലേ, പൊന്നാങ്കട്ടയല്ലേ എന്നൊക്കെ വിളിക്കണായി. അതിൽ പ്രത്യേകിച്ചൊന്നും കാര്യമൊന്നുമില്ലല്ലോ, ഒരു ഓമന വിളി അല്ല. അള്ളാഹിന്റെ റസൂലിനെ വിളിക്കുമ്പോ നമ്മളെ വിളി പോലെ ആയിരിക്കൂല, നല്ല അർത്ഥം ഉണ്ടാവും. ഇവിടെ നബി തങ്ങൾക്ക് വിശ്വസിച്ച് വഴിപ്പെട്ടവർക്ക് നാളെ പരലോകത്ത് സ്പെഷ്യലായി കരുണ ചൊരിച്ചു കൊടുക്കുന്ന പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മലക്കും ചെയ്യാത്ത, ഒരു നബിയും ചെയ്യാത്ത, ഒരു പടപ്പും ചെയ്യാത്ത റെക്കമെൻഡ്. എങ്ങനെ റഹീമായത് അള്ളാന്റെ റസൂല്? പറയുണ്ടല്ലോ, ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച വിശാലമായൊരു ഹദീസ് ഉണ്ട്. അത് നിങ്ങൾ ഒരുപാട് വഴുതുകളിലൂടെ കേട്ട ഹദീസായതുകൊണ്ട് ഞാനത് വല്ലാതെ വിശദീകരിക്കണില്ല. എന്നാൽ അതിന്റെ മർമ്മമായ ഭാഗം അന സയ്യിദുന്നാസി യൗമൽ ഖിയാമ, അവിടുന്ന് പറയാൻ അന സയ്യിദുന്നാസി, ഞാൻ മാനവ കുലത്തിന് നേതാവാണ്. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഇവിടെ മാത്രല്ല മക്കളെ, അന്ത്യനാളിൽ ഒരാൾക്കും നേതാവാകാൻ പറ്റൂല. ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ കുടുങ്ങും, ഇവിടുത്തെ നേതാക്കന്മാര് ഒഴിഞ്ഞു മാറും. ഇവിടുത്തെ എന്തിനാടാ എന്റെ പിന്നാലെ കൂടിയത്? ഞാൻ പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിനക്ക് ബോധം വെളിവില്ലായിരുന്നോ? എന്റെ കാര്യം തന്നെ പോക്കാം, എന്റെ പിന്നാലെ വന്നിട്ട് കാര്യമില്ല എന്ന് നേതാവ് അവിടെ പറയും. ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി അതിലൂടെ പോകുന്നുള്ളത് കൊണ്ട് അവിടെ നമ്മൾ ബ്രേക്ക് ഇടുകയാണ്. നേതാവും ദുന്യാവിലെ നേതാവും അനുയായി അവിടെ വരുന്ന രംഗം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല, പിന്നൊരു സമയത്ത് നമുക്ക് പോകാം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അന സയ്യിദുന്നാസി യൗമൽ ഖിയാമ, ഞാൻ മാനവകുലത്തിന്റെ നേതാവാണ് എന്ന് അന്ത്യനാളില്. എന്നിട്ട് അള്ളാന്റെ ഹബീബ് പറയാ, വഹൽ തദ്റൂന മിമ്മ ദാലിക്, ഞാൻ എങ്ങനെ നേതാവാകുന്നത് അവിടെ നിങ്ങൾക്കറിയോ? നാളെ മാലിക് യൗമിദ്ദീൻ, അത് ഈ ഭാഗമാണ് കേട്ടോ, മാലിക് യൗമിദ്ദീന്റെ ഭാഗം കൂടിയാണ് ഇപ്പൊ ഈ പറയുന്നത്. ഞാൻ അന്ത്യനാളിൽ, വിചാരണ നാളിൽ എങ്ങനെയാണ് നേതാവാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന ഫീ സഈദിൻ വാഹിദ്,
ആദം നബി തൊട്ട് ലോകാവസാനത്തിന്റെ തലേ ദിവസം ജനിച്ചവൻ വരെ മുൻകാലക്കാരും പിൻകാലക്കാരും കോടാനക്കോടി മനുഷ്യ മക്കളെ അല്ലാഹു ഒരുമിച്ചു കൂട്ടും ഫീ സഈദിൻ വാഹിദിൻ, ഒരൊറ്റ മൈതാനത്തൊരു മഹാഗ്രൗണ്ടില്, ഒരു വിശാലമായ ഭൂമിയില് മനുഷ്യ മക്കളെ എല്ലാവരെയും അല്ലാഹു അണിനിരത്തും. അന്ന് ഓരോരുത്തരും അവരുടെ പാപത്തിന്റെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങും. സൂര്യൻ അവരുടെ തലക്ക് മീതെ കത്തിജ്വലിക്കുന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ജനങ്ങൾക്ക് താങ്ങാനാകാത്ത, ഒരിക്കലും സഹിക്കാനാകാത്ത വല്ലാത്ത ഒരു വിപത്തിലായിരിക്കും അന്ന് ജനങ്ങൾ ഉണ്ടായിരിക്കുക. എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ആ മഹ്ശറയില് ഒരാൾക്കും താങ്ങാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കൂല അന്ന്. ഫയഖൂലുന്നാസ്, ജനങ്ങൾ തമ്മിൽ തമ്മിൽ പറയും. എന്താ തമ്മിൽ തമ്മിൽ പറയുന്നത്? അലാ തറൗന ഇലാ മാ ഖദ് ബലഗകും, എന്താ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഭവം? എന്താ നിങ്ങൾക്കൊന്നും ബോധല്ലേ? അടുത്ത ആളോട് ചോദിക്കുക, ആ ആൾ ഇയാളോട് ചോദിക്കുക, ഈ ഇടങ്ങേറും പ്രതിസന്ധിയൊന്നും എന്താ ഇപ്പൊ അനുഭവിച്ചിട്ടും മനസ്സിലാണില്ലേ? ഹൽ തൻദുറൂന മൻ യശ്ഫഉ ലക്കും ഇലാ റബ്ബിക്കും, ഈ വല്ലാത്ത ഹലാക്കിൽ നിന്നൊന്ന് രക്ഷപ്പെടാന് ഒരു ശുപാർശകനെ കിട്ടുമെന്നൊന്ന് നോക്കണ്ടേ? നമുക്ക് ഇങ്ങനെ നിന്നാ മതിയോ? ഫയഖൂലു ബഅദുന്നാസ്, മനുഷ്യകുലത്തിൽ നിന്ന് ചില ആളുകൾ, കുറച്ച് വെളിവുള്ള ആളുകൾ പറയും, അലൈക്കും ബി ആദം, നമുക്ക് വല്യാപ്പാന്റെ അടുത്ത് പോവാ, അതേപോലെ പറ്റുള്ളൂ. വല്യാപ്പാന്റെ അടുത്ത് പോകാം, ആദം നബിയെ പിടിച്ചോളൂ, ആദം നബി മുഖേന നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാലോ. ഫയഅ്തൂന ആദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാവരും ഓടും ആദം നബിയുടെ കാൽ കീഴിലേക്ക് ചെന്നിട്ട് പറയും, അന്ത അബുൽ ബശർ, അങ്ങ് മാനവ കുലത്തിന്റെ പിതാവല്ലയോ? ഖലഖകല്ലാഹു ഫീ യദിഹി ബിയദിഹി, അല്ലാഹ് നേരെ ഡയറക്റ്റ് കൈകൊണ്ട് നിങ്ങളല്ലേ പഠിച്ചത്, കളിമണ്ണ് കൊണ്ട് രൂപപ്പെടുത്തി പഠിച്ചിട്ട് വനഫഖ ഫീക മിർ റൂഹിഹി, ഡയറക്റ്റ് റൂഹൂദി. മറ്റേയൊക്കെ മലക്കിനെ വിട്ടിട്ട് ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഊതിക്കുന്ന ഇടപാടാണ്. ഇത് അങ്ങനെയല്ല, നേരെ അല്ലാഹു ലൈവായി തങ്ങളെ പഠിച്ചിട്ട് അങ്ങയിലേക്ക് റൂഹൂദിയല്ലോ അല്ലാഹ്, അങ്ങ് മനുഷ്യകുലത്തിന്റെ പിതാവ്. എല്ലാ മലക്കുകളോടും സുജൂദ് കൊണ്ട് കൽപ്പിക്കുകയും പിശാചൊഴികെയുള്ള മാലാഖമാരൊക്കെയും നിങ്ങൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ. അത്ര പവറുള്ള ആളാണല്ലോ അതുകൊണ്ട് ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക, ഈ ഒരു പ്രതിസന്ധി നിന്ന് കരകയറാൻ പടച്ചവനോട് ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം, ശഫാഅത്ത് ചെയ്യണമെന്ന് മനുഷ്യ മക്കൾ വന്ന് പറയുമ്പോ ആദം നബി പറയുന്ന എന്താ? ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗളബ ലം യഗ്ലബ് മിസ്ലഹു ഖബ്ലഹു മിസ്ല വലം യഗ്ലബ ബഅദഹു മിസ്ല. എൻ്റെ റബ്ബ് ഇന്ന് വല്ലാത്ത കോപത്തിലാണ്. ഇങ്ങനൊരു കോപം ഇതുവരെ അവൻ കോപിച്ചിട്ടില്ല, ഇനി ഒരു കാലത്തും ഇങ്ങനൊരു കോപം കോപിക്കുകയുമില്ല. എൻ്റെ റബ്ബ് ഇന്ന് കോപാകുലനാണ്. ഇക്കാലം അത്രയും അള്ളാഹു സൃഷ്ടിപ്പ് തുടങ്ങിയിട്ട് പടപ്പ് തുടങ്ങിയിട്ട് അബൂജാഹിലിന്റെ കാര്യത്തിലും ഫിറഔന്റെ കാര്യത്തിലും നമ്രൂദിന്റെ കാര്യത്തിലും ഒന്നും അള്ളാഹ് അങ്ങനെ ദേഷ്യം പിടിച്ചിട്ടില്ല. ഇനി ഒരു കാലത്തും ലോകന്യ അറ്റമില്ലാതെ കിടക്കാണ്. ഇനി ഒരിക്കലും ഇന്നത്തെ പോലെ അവൻ കോപിക്കുകയുമില്ല. അങ്ങനത്തെ ദിവസാണിത്. മാത്രല്ല ഞാന് ഒരു മരത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വിലക്ക് മാനിക്കാതെ അതിലേക്ക് പോയവനാണ് ഞാൻ. നഫ്സി നഫ്സി നഫ്സി, എന്റെ കാര്യം തന്നെ പ്രശ്നമാണ്. ഇദ്ഹബു ഇലാ ഗൈരി, വേറെ ആരെങ്കിലും നോക്കിക്കോ. ഞാൻ പറഞ്ഞുതരാം ആരെ നോക്കണ്ടെന്ന്. ഇദ്ഹബു ഇലാ നൂഹിൻ, നൂഹ് നബിയുടെ അടുക്കലേക്ക് ചെന്ന് പോയിക്കോളൂ പറയും. ജനങ്ങളൊക്കെ പാടെ നൂഹ് നബിയുടെ അരികിൽ ചെല്ലും. എന്നിട്ട് പറയും, അന്ത അവ്വലുർ റസൂൽ, മുർസലീങ്ങളിൽ ഒന്നാമത്തെ ആള് നിങ്ങളാ. പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആദ്യ റസൂൽ നിങ്ങളാ. അല്ലാഹു താങ്കളെ വിളിച്ചത് അബ്ദൻ ശകൂറ, വല്ലാത്ത നന്ദിയുള്ള അടിമാന്നാണ്.
അങ്ങനത്തെ ആളാണ് നിങ്ങൾ. ഞങ്ങൾ ഈ ദുരിതം നിങ്ങൾ കാണില്ലേ? വല്യാപ്പാന്റെ അടുത്ത് പോയപ്പോ ഇങ്ങോട്ടാ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് നൂഹ് നബിയെ, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൂടെ? അങ്ങ് ഷെയ്ഖുൽ അംബിയ ആണ്, ആദ്യത്തെ ദൂതനാണ്, അള്ളാഹ് ഇഷ്ടപ്പെട്ട ദാസനാണ്, ഇന്ന് രക്ഷപ്പെടുത്തിക്കൂടെ? നൂഹ് നബി എന്താ പറയാ? ഞാന് ഒരു ദുആ ചെയ്തിട്ട് പെട്ടുപോയ മനുഷ്യനാണ്. ആ ദുആ കാരണം ലോകര് മുഴുവൻ മുങ്ങി ചത്തുപോയി. അമ്മാതിരി ഒരു ദുആ, ലോക ജനതയുടെ ഹലാക്കിന് വേണ്ടി ദുആ ചെയ്ത ദുആ ഓർത്തിട്ട് ഞാൻ പ്രയാസത്തിലാണ്. റബ്ബാണെങ്കിൽ ഇതുവരെ കോപിക്കാത്ത വിധം കോപാകുലനാണ്, ഇനി ഒരിക്കലും ഇவ்விധം കോപാകുലനാവുകയില്ല. അങ്ങനത്തെ കോപത്തിലാണ്. നടക്കൂല മക്കളെ. നഫ്സി നഫ്സി നഫ്സി, എനിക്ക് എന്റെ കേസ് എന്താവും അറിയാതെ ഞാൻ ബേജാറിലാണ്. ഇദ്ഹബു ഇലാ ഗൈരി, വേറെ ആരെങ്കിലും നോക്ക്, ഞാൻ പറഞ്ഞുതരാം. ഇദ്ഹബു ഇലാ ഇബ്രാഹിമ, അള്ളാന്റെ ഇഷ്ടദാസനാണ്, ഇബ്രാഹിമിന്റെ അടുത്തേക്ക് പോയിക്കോ. നൂഹ് നബി പറയൂ. ജനങ്ങളെല്ലാം അവിടെ ചെല്ലും. ഇതൊക്കെ നബി പറയാണ്. ബുഖാരിയിൽ ഇത് 1.5 പേജിലാണ് വിശദീകരിക്കുന്നത്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇബ്രാഹിം നബിയുടെ കാൽക്കൽ ചെന്നിട്ട് എല്ലാവരും പറയും, അന്ത ഖലീലുള്ള, ഭൂമിയിലെ അള്ളാന്റെ കൂട്ടുകാരൻ നിങ്ങളായിരുന്നു, ചങ്ങാതി. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് താങ്കള്. ഒരുപാട് യോഗ്യതയും മഹത്വമുള്ള വിശ്വാസി കുലത്തിന്റെ പിതാവെന്ന് പരിചയപ്പെടുത്തപ്പെട്ട മഹാനായ പ്രവാചകനാണ് താങ്കൾ. ഞങ്ങളെ ദുരിതം കണ്ടില്ലേ? ഒന്ന് അള്ളാഹിനോട് ശുപാർശ ചെയ്തിട്ട് ഇവിടുന്ന് റിലീസാക്കാൻ ഒന്ന് സഹായിച്ചുകൂടെ? അവിടുന്ന് പറഞ്ഞു, എന്റെ റബ്ബ് ഇന്നത്തെ പോലെ കോപിച്ചിട്ടില്ല, ഇനി കോപിക്കൂല. ജീവിതത്തിൽ ഒരു 3 കളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതോർത്തിട്ട് നഫ്സി നഫ്സി നഫ്സി, ഞാൻ എന്താവും എനിക്കറിഞ്ഞൂടാ. 3 കളവല്ല. ഒന്നാ വിഗ്രഹങ്ങളെ കോടാലി വെച്ച് തകർത്തിട്ട് അവര് പിടികൂടി. ആരടാ ചെയ്ത്? ബൽ ഫഅലുഹു കബീറുഹും, ഞാനല്ല, അവരെ കൂട്ടത്തിലുള്ള വലിയ ആളാ ചെയ്ത്. നന്നോണല്ലത്. അവരെ കൂട്ടത്തിലുണ്ടായിരുന്ന വലിയ ആൾ ഇബ്രാഹിം നബി ആയിരുന്നു. ഒന്നതാണ്. മറ്റേതാ ഒരു അക്രമിയായ വൃത്തികെട്ട രാജാവിന്റെ നാട്ടിലൂടെ പോകുമ്പോ ബീവി സാറയും ഇബ്രാഹിം നബിയും പോയപ്പോ പിടിച്ചുകൊണ്ടുവന്നു. സുന്ദരികളായ പെണ്ണുങ്ങളെ കണ്ടാ വിടാത്ത ചക്രവർത്തിയാണ്, രാജാവാണ്. പക്ഷേ ബ്രദറും സിസ്റ്ററും ആണെങ്കിൽ രാജാവ് ചുമ്മാ വിടും. ബന്ധത്തിന് പ്രാധാന്യം, രക്തബന്ധത്തിന് മഹത്വം കൽപ്പിക്കുന്ന ചക്രവർത്തിയായിരുന്നു. രാജഭടന്മാർ ഇബ്രാഹിം നബിയെയും സാറാ ബീവിയെയും പിടിച്ച് രാജകൊട്ടാരത്തിൽ ഹാജരാക്കി. ആരാടത് ചോദിച്ചു? ഇതെന്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. വിശ്വാസികൾ എന്ന നിലക്ക് ഭാര്യ നമ്മുടെ പെങ്ങൾ തന്നെയാണ്, നുണയല്ലത്. വേറെ ശിർക്കിന് അവരെ പൂരം നടക്കിയിരുന്നു, അവരെ അമ്പലത്തിലെ ഉത്സവം നടക്കിയിരുന്നു. ഇബ്രാഹിം നബി അന്ന് തൗഹീദ് പ്രസംഗിച്ച് തുടങ്ങുന്ന കാലാണ് അല്ലേ? നബിയായിട്ട് പിച്ച വെച്ച് നടന്നു തുടങ്ങുന്ന കാലാണ്. രാജ്യം ഭരിക്കുന്ന നമ്രൂദും വീടിന്റെ അധികാരിയായ ആസറക്ക മുശ്രിക്കുകളുടെ തലതൊട്ടപ്പന്മാരാണ്. അവര് വിളിച്ചു, യാ ഇബ്രാഹിം, നമ്മുടെ പൂരത്തിന് വരുന്നില്ലേ, ഉത്സവത്തിന് വരുന്നില്ലേ ക്ഷേത്രത്തിലെ? അവങ്ങനെ മേൽപോട്ട് നോക്കി, എങ്ങോട്ട്? നക്ഷത്രം നോക്കി കാര്യം പറയുന്ന ടീമേന്ന് വന്ന്. നക്ഷത്രം നോക്കിയിട്ട് രാശിയൊക്കെ നോക്കിയിട്ട് പറയുന്ന മേൽപോട്ട് നോക്കിയിട്ട്, ഇന്നീ സഖീം, നിനക്ക് സുഖം പോരാ. ശിർക്കില് വരുന്നത് സുഖം പോരാന്ന അർത്ഥം. സത്യത്തിൽ ഈ 3 കളവല്ല. ഇതിന്റെ പൊരുളുകളിലേക്ക് നോക്കുമ്പോ പരമസത്യാണ്. നിങ്ങൾ വിളിക്കുന്ന അമ്പലത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വരാൻ ഇന്നീ സഖീം, എനിക്ക് രോഗമുണ്ട്, എന്റെ മനസ്സിന് ടെൻഷനാണ്, അതൊരു രോഗല്ലേ? എന്തൊരു കുഴപ്പം? ഈ 3 കളവ് പഠിച്ചവൻ എങ്ങനെയൊക്കെ നമ്മളൊക്കെ അവിടെ മഴശരിയിലെ അവസ്ഥ. എത്ര ബഡായിയാണ് ഒരു ദിവസം, എത്ര ബഡായിയാ നമ്മൾ പറയുന്നത്? ഒന്ന് എണ്ണി നോക്ക്. ഒന്നും വേണ്ട, ഇന്ന് വീട്ടിൽ നിന്ന് പോന്നിട്ട് ഈ പള്ളിയിലെത്തോളം ആരെങ്കിലും കണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നുണയിലുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഇബ്രാഹിം നബി ഈ 3 കളവിന്റെ കാര്യത്തില് നഫ്സി 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 നടക്കൂല. ഞാൻ ഇതില് എൻഗേജ്ഡാണ്, എന്റെ മനസ്സ് ഇവിടെ എൻഗേജ്ഡാണ് ഈ കാര്യത്തില്. അതുകൊണ്ട് ഇദ്ഹബു ഇലാ ഗൈരി, വേറെ ആളെ നോക്കിക്കോ. ഞാൻ പറഞ്ഞുതരാം വേറെ ആളെ. ഇദ്ഹബു ഇലാ മൂസ, മൂസാ നബിയുടെ അടുക്കലേക്ക് പൊക്കോന്ന് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാണ്. ജനങ്ങളൊക്കെ പാടെ മൂസാ നബിയുടെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, അങ്ങൊരു സ്പെഷ്യൽ നബിയാണ്. അള്ളാഹുമായിട്ട് ഭൂമിയിൽ അഭിമുഖ സംഭാഷണം നടത്തിയ മലക്കിന്റെ മധ്യസ്ഥതയില്ലാതെ നബി തങ്ങൾ മിറാജിൽ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ നബിമാർക്കും ആ ചാൻസ് കിട്ടിയിട്ടില്ല. നേരിട്ട് അള്ളാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച നബിയല്ലേ. ഞങ്ങളെ പ്രതിസന്ധി കണ്ടില്ലേ, ഞങ്ങൾ എന്തൊരു ദുരിതത്തിലാണ്, റബ്ബിനോടൊന്ന് റെക്കമെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് റിലീസാക്കി തരുമോ? അപ്പൊ അവരെ മൈൻഡ് എന്താണെന്നറിയാം നിങ്ങൾക്ക്? നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക്, ഈ മഹ്ശറിൽ നിന്ന് കരകയറിയാൽ മതിയെന്ന ഹദീസിൽ കാണത്. എന്താണ് ആ അവസ്ഥ? മാലിക് യൗമിദ്ദീൻ പഠിക്കുമ്പോൾ നമുക്ക് വിശദീകരിക്കേണ്ടതാണ്. അന്ത്യനാളും ലോകാവസാനമൊക്കെ
നീ അത് പറഞ്ഞു വരുമ്പോ പഠിച്ചോൻ ഈ ലോകാവസാനം തീർന്നില്ലല്ലോ മൊയ്ലിയരുത് എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് നീട്ടുന്നില്ല, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, മൂസാ നബിയുടെ അരികിലേക്ക് പോകൂ. അത് കലീമുള്ളയാണ്. അവർ ചെന്നിട്ട് ഇതൊക്കെ പറയും. അള്ളാഹിനോട് സംസാരിച്ച ആളല്ലേ, ഒന്ന് റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യും. മൂസാ നബി എന്താ പറയാ? ഇന്നി ഖതൽതു നഫ്സൻ ലം ഊമർ ബിഖത്ലിഹാ. അള്ളാഹ് എന്നോട് കൊല്ലാനൊന്നും പറയാത്ത ഒരു ചങ്ങായിനെ ഞാൻ ഒറ്റയടിക്ക് മയ്യത്താക്കിയിട്ടുണ്ട്. പടച്ചോൻ പറഞ്ഞതാണ്, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അള്ളാഹ് പറയാത്ത വിധത്തിൽ ഞാൻ ഒരാളെ ഒരൊറ്റ പഞ്ചിന് മയ്യത്താക്കിയിട്ടുണ്ട്. എനിക്കത് ഓർക്കുമ്പോൾ ബേജാറാണ്. നടക്കൂല. നഫ്സി നഫ്സി, നിന്റെ കാര്യം തന്നെ പോക്കാണ്. ഇത് ഹബൂയില ഗൈരി, വേറെ ആളെടുത്ത് അങ്ങനെ ഈസാ നബിന്റെ അടുത്ത് കൂടും. ഈസാ നബിയും കൈയൊഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈസാ നബിയാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളെ കാര്യം നടപടിയാകെ ഒരു മാർഗമുള്ളൂ. ഇത് ഹബൂ ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ പോയിക്കോളൂ. നബി തങ്ങൾ പറയാണ്, ഇത് ബുഖാരിന്റെ ഹദീസാണ് കേട്ടോ, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും എന്റെ മുന്നിൽ വരും, എന്നിട്ട് പറയും അലാ തറാ ഇലാ മാ നഹ്നു ഫീഹി, അല്ലയോ സയ്യിദുൽ മുർസലീനെ, ലോകത്ത് നിന്ന് പറഞ്ഞതാണല്ലോ, ഭൂമിയിൽ വെച്ച് ഞങ്ങൾ കേട്ടതാണല്ലോ, അംബിയാ മുർസലുകളുടെ നേതാവാണ്, അധ്യക്ഷനാണ്, മാനവകുലത്തിന് തന്നെ നേതാവാണ് എന്നൊക്കെ പരിചയപ്പെടുത്തിയ ഖാതിമുർ റുസുലായ അന്ത്യപ്രവാചകനായ അല്ലാഹു സർവപാപങ്ങളും അഡ്വാൻസായി മാപ്പ് തന്ന മുൻപാപങ്ങളൊക്കെ പുറത്തു നബിയേ. ഇനി എന്തെങ്കിലും തെറ്റു വരാനുണ്ടെങ്കിൽ ഞാൻ അതും പുറത്തു തന്നിരിക്കുന്നു നബിയേ. ലിയഗ്ഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഖുർആൻ പോലും പറഞ്ഞിട്ടുണ്ടത്, അങ്ങയുടെ ഫുൾ പാപം എന്തെങ്കിലും വീഴ്ച വന്നാൽ അഡ്വാൻസ് ഒക്കെ പുറത്തു തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ മഹത്വമുള്ള അള്ളാന്റെ ഹബീബല്ലയോ, ഇസ്ഫഅലനാ ഇലാ റബ്ബിക, ഈ പ്രതിസന്ധിയിൽ നിന്നൊന്ന് കരകയറാൻ റബ്ബിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യൂ, ശഫാഅത്ത് ചെയ്യൂ. അള്ളാന്റെ റസൂൽ അപ്പൊ എന്താ ചെയ്യാ? പറയാണ് റസൂലുള്ളാഹി പറയാണ്, ഫഅന്തലിഖു, ഞാൻ അങ്ങോട്ട് നടക്കും. എങ്ങട്ടാ ഈ നടത്തം? അർശ്, സിംഹാസനത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഞാൻ അങ്ങോട്ട് നടക്കും. ഫആതി തഹ്തൽ അർശ്, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്ത് ഞാൻ ചെന്ന് നിന്നുകൊണ്ട് ഫഅഖഉ സാജിദൻ ലിറബ്ബി, എന്റെ റബ്ബിന്റെ മുന്നിൽ ഒറ്റ സുജൂദിൽ ഒരു വീഴ്ചയാ. അഖഉ എന്ന് പറഞ്ഞാൽ വീഴുന്ന. നമ്മളൊക്കെ സുജൂദിലേക്ക് പോവുകയാണ്, നബി തങ്ങൾ സുജൂദിലാണ് വീഴും. എന്നിട്ട് അവിടെ കിടക്കും, എണീക്കൂല. അപ്പോഴാണ് യാ മുഹമ്മദ് ഇർഫഅ റഅസക് സൽ തുഅത, മുഹമ്മദേ തല ഉയർത്ത്. സുജൂദിൽ കുറെ നേരം കിടന്നല്ലോ, തല ഉയർത്ത്. സൽ, ചോദിച്ചോ. തുഅത, തരാം. എന്ത് ചോദിച്ചാലും തരാം, എണീക്കും. ഫഅർഫഉ റഅസി, അള്ളാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മറുപടി വരുമ്പോൾ ഞാൻ തല പൊക്കും. എന്നിട്ട് എനിക്ക് ഒറ്റ കാര്യമേ പറയുള്ളൂ, യാ റബ്ബി ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി. എന്റെ കാര്യം നീ ചെയ്യുന്നത് ചെയ്തോ, ഞാൻ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നീ എന്നെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. പടച്ചവനെ, എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം നീ പരിഗണിക്കണം, അവർ പാപികളായ പലരുമുണ്ട് അല്ലാഹ്. അപ്പോൾ അല്ലാഹു ഈമാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അകത്തുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തും. അപ്പൊ പരലോകത്ത് വിശ്വാസം കൊണ്ട് ഇവിടെ നബിക്ക് വഴിപ്പെട്ടവരെ പരലോകത്ത് രക്ഷപ്പെടുത്തുക എന്ന ഗുണം നബി തങ്ങൾക്കുള്ളത് കൊണ്ടാണ് റഹീം എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചതല്ല. ഇത് ശഫാഅത്തുൽ ഉളമ, അതിമഹത്തായ ഏറ്റവും വലിയ റെക്കമെൻഡ് എന്നതിന്റെ പേര്. മറ്റുള്ള റെക്കമെൻഡ് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യും. അള്ളാഹുവിന്റെ ഇഷ്ടദാസരാണ് നമ്മളെങ്കിൽ അള്ളാഹു അങ്ങനെ ആക്കട്ടെ, ഞാൻ എൻ്റെ കെട്ടിയോളെ കാര്യത്തിലും മക്കളെ കാര്യത്തിലും ശഫാഅത്ത് ചെയ്യും, അള്ളാഹ് സ്വീകരിക്കും. നബിമാര് ശഫാഅത്ത് ചെയ്യും, വലിയമാര് ശഫാഅത്ത് ചെയ്യും, ഇതൊക്കെ നടക്കും. അതുകൊണ്ട് റഹീം, അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എവിടെ? മൂന്നാമത്തെ ആയത്ത്. പിന്നെ മാലിക് യൗമിദ്ദീൻ, അതൊരു തെറ്റിദ്ധാരണ തീർക്കലാണ്. മാലിക് യൗമിദ്ദീൻ എന്നത് ഒരു തെറ്റിദ്ധാരണ തീർക്കലാണ്. എന്താ തെറ്റിദ്ധാരണ?
ഇതുവരെ നമ്മൾ കേട്ടത് എന്തുമാത്രാണ്? അള്ളാന്റെ കരുണ 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 അല്ലേ? ബിസ്മിൽ റഹ്മാൻ റഹീം, പിന്നെ റഹ്മാൻ റഹീം, പിന്നെ റബ്ബുൽ ആലമീൻ, ലോകങ്ങളെയൊക്കെ പോറ്റുന്ന ഒരു ഉമ്മയുടെ സ്ഥാനത്ത് പോറ്റുന്ന, അതിനേക്കാൾ വലിയ സ്ഥാനത്ത് പോറ്റുന്ന മുഴുവൻ കരുണ കേട്ടത്. അപ്പൊ തെറ്റിദ്ധാരണ കുടുങ്ങി. എന്താ തെറ്റിദ്ധാരണ? അല്ല ഈ നിലക്ക് അല്ല കാരുണ്യവാനാണെങ്കിൽ അടിമക്കെന്തുമാകാം. ഫർളൊന്നും ചെയ്യണ്ട, കൽപ്പനകളൊന്നും വഴിപ്പെടണ്ട, വിലക്കുകളൊന്നും മാനിക്കണ്ട, കള്ളു കുടിക്ക, പെണ്ണു കുടിക്ക, അപരനെ ഉപദ്രവിക്ക, ഏഷണി കൂട്ടാ, നമീമത്ത് പറയാ, പലിശ വെട്ടി വിഴുങ്ങ, മോഷണം നടത്താ. അല്ല കാരുണ്യവാനായി കുടുങ്ങിപ്പോയതുകൊണ്ട് തിരിഞ്ഞു നോക്കൂല. അല്ല കാരുണ്യവാനായി പെട്ടുപോയി കിടക്കുകയാണ്. ഈ നിലക്ക് കാരുണ്യാണ് അള്ളാഹ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ പേടിക്കാൻ ഒന്നുമില്ല എന്ന അടിമയുടെ തെറ്റിദ്ധാരണ തീർക്കാൻ മാലിക് യൗമിദ്ദീൻ അള്ളാഹു കാരുണ്യവാനായതോടൊപ്പം തന്നെ രക്ഷാശിക്ഷയ്ക്ക് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി, വിധി നിർണയത്തിന് വേണ്ടി അള്ളാഹു ഒരു ദിനം മാറ്റിവെച്ചിരിക്കുന്നു, തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതിന്റെ അധിപനാണവൻ, അതിന്റെ വിചാരണ നാളിന്റെ ഉടമയാണവൻ. കാരുണ്യവാനായ റബ്ബ് ആ കാര്യം പരിഗണിക്കാൻ ഒരു ദിവസം റെഡിയാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് മര്യാദക്ക് ഇവിടെ ജീവിക്കലാണ് നിങ്ങളെ തടിക്ക് നല്ലത് എന്ന ആശയം മാലിക് യൗമിദ്ദീൻ പഠിപ്പിച്ചു തരുന്നു. ഒരു പഠനം അതാണ്. കാരണം ഫാത്തിഹ ഓതി തുടങ്ങിയിട്ട് അർ-റഹ്മാൻ റഹീം വരെ ഓതിയത് ഈ കരുണന്റെ കഥ മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ തെറ്റിദ്ധരിക്കും, ഞാൻ ഇപ്പൊ എന്ത് ചെയ്താലും മൊയ്ലിയർ ഇപ്പൊ എത്ര കരുണനെ കുറിച്ച് പറഞ്ഞത്, കുഴപ്പമില്ല ആണ് ഓട്ടെ. നടക്കൂലടാ, മാലിക് യൗമിദ്ദീനാണ്, കിട്ടും കൊട്ട്, അതിനൊരു ദിവസമുണ്ട്. അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ, ഖുർആൻ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.